കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ 6 മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അമ്മയ്ക്ക് പാലില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ അമ്മ, അച്ഛന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ് ഇവർ മാത്രമേ കുട്ടി ഹാൻഡിൽ ചെയ്യാവുള്ളൂ. എന്നാലും ന്യൂജൻ ആയിട്ടുള്ള അമ്മമാരൊക്കെ എല്ലാവരും ഭയങ്കര സൗന്ദര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോഴേക്കും അമ്മമാരുടെ ബോഡി ഷേപ്പിന് പല പ്രശ്നങ്ങൾ സംഭവിക്കാം. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു 9 to 16 kgs അമ്മ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ ഏതൊരു റിലേറ്റീവ് ഈയിടെ പ്രഗ്നൻസി ആയതാണ്, അവർക്കപ്പം സ്വിച്ച് ചെയ്ത് പാല് കൊടുക്കാവുന്നത് സേഫ് ആയിരിക്കുമോ? ഒരു OCD ഉള്ളൊരു പേരൻ്റാന്ന് വിചാരിക്കുക, ഒരു അമ്മ എപ്പോഴും ഭയങ്കര ക്ലീൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പ് ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരവസ്ഥ. ഇത് വാഷ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ആ വെള്ളത്തിനകത്ത് തന്നെ ചിലപ്പോൾ അണുക്കൾ കാണാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ ജീവൻ പോയ ഒരു പ്രശ്നമാണ് ചോക്കിങ്. അതായത് ഇനി അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ ആ ഒരു കുട്ടിയെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റും? ചോക്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ കരയുമല്ലോ, അവർക്കറിയാവുന്ന ആകെ കരയാൻ മാത്രമാണ്. ഈ പിള്ളേർ കരയുന്നത് പാലിന് വേണ്ടിയാണെന്ന് തന്നെ എങ്ങനെ മനസ്സിലാവും? കാരണം വീട്ടിലുള്ള ആൾക്കാർ ആദ്യമേ പറയുന്നത് കാരണം കൊച്ചു കരയുന്നത് കുറച്ച് പാല് കൊടുക്കുന്നത്. അമ്മയ്ക്ക് പറയാൻ പറ്റും ഈ കുട്ടി കരയുന്നത് ഉറങ്ങാൻ വേണ്ടിയാണോ, അസുഖബാധിതനായതുകൊണ്ടാണോ, അല്ലെങ്കിൽ പാലിന് വേണ്ടിയിട്ടാണോ എന്ന്. പാല് കെട്ടിക്കിടന്ന് നിപ്പിളിൻ്റെ അവിടെ ഫ്ലാറ്റായി പോകും. SKG പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഔസേപ്പച്ചൻ. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവൻ നടക്കുന്നത് വരെ അമ്മമാരിൽ വളരെയധികം ഒരു ടെൻഷനായിരിക്കും അല്ലേ? അവന് എന്തൊക്കെ നൽകണം, എങ്ങനെ അവനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു വലിയൊരു ടെൻഷൻ എല്ലാ അമ്മമാരിലും കാണും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ വരുൺ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ, കട്ടപ്പന. ഡോക്ടറുമായുള്ളൊരു നീണ്ട സംഭാഷണത്തിൽ നിന്നും എൻ്റെ അറിവിനെ വേറൊരു എക്സ്റ്റൻറ്റിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ആദ്യത്തെ നാളുകളിൽ അവന് കൊടുക്കേണ്ട കെയർ എങ്ങനെയാണ്, എങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം, എങ്ങനെ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു കുട്ടിയായിട്ട് അവനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു സമ്പൂർണ്ണമായ അറിവ് ഡോക്ടറിൽ നിന്ന് എനിക്ക് കിട്ടി. എനിക്കുറപ്പാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ അമ്മമാർക്കുണ്ടാകുന്ന പല സംശയങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ഷോ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ആദ്യമേ ഒരു ക്ലീഷേ ചോദ്യം ചോദിക്കുകയാണ്, എല്ലാവർക്കും ചെറിയ സംശയമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് പീഡിയാട്രിക്സ്? ഏത് ഏജ് ഗ്രൂപ്പ് വരെയുള്ള കുട്ടികളെയാണ് പേരൻസ് ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് എത്തിക്കേണ്ടത്? നല്ല ചോദ്യമാണ്. എന്ന് വെച്ചാൽ പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കുട്ടികളുടെ ഡോക്ടർ, അതാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ പീഡിയാട്രിഷ്യൻ എന്തൊക്കെയാണ് നോക്കുക എന്ന് പറഞ്ഞാൽ 3 ഡൊമൈൻസാണ്. നമ്മളാണെങ്കിൽ കുട്ടികൾക്ക് MBBS പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ തൊട്ട് പറയുന്ന കാര്യമാണ്. 3 ഡൊമൈൻസാണ് പീഡിയാട്രിഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ MBBS പിള്ളേരുടെ അടുത്തൊക്കെ പറയും ഈ 3 ഡൊമൈൻസിലും നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പീഡിയാട്രിക്സ് പാസ്സാവാൻ പറ്റുമെന്ന്. അതുതന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ച, ഗ്രോത്ത്. അതാണ് എന്ന് വെച്ചാൽ സൊമാറ്റിക് ഗ്രോത്ത്, ടിഷ്യൂവിൻ്റെ വളർച്ച. കുട്ടി എന്തുമാത്രം വെയിറ്റ് വെക്കുന്നുണ്ട്, കുട്ടിക്ക് എന്തുമാത്രം ഹൈറ്റ് വെക്കുന്നുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ന്യൂറോളജിക്കലി കുട്ടി ഓരോ മൈൽ സ്റ്റോൺസ് അറ്റൈൻ ചെയ്ത് എങ്ങനെ വരുന്നുണ്ട്, അപ്പം ഡെവലപ്മെൻറ്റാണ് രണ്ടാമത്തെ ഡൊമൈന്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കുത്തിവയ്പ്പുകൾ, ഇമ്മ്യൂണൈസേഷൻ. അത് കുട്ടി എന്തുമാത്രം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ട്, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ അതിൻ്റെ ഷെഡ്യൂളുണ്ട്. നമ്മൾ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ ഈ ഷെഡ്യൂളുകൾ ഇത് കറക്റ്റായിട്ട് കുട്ടി എടുത്തിട്ടുണ്ടോ, കുട്ടിയുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ, അതാണ് മൂന്നാമത്തെ കാര്യം. ഈ 3 ഡൊമൈൻസാണ് ഒരു പീഡിയാട്രിഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വരുമ്പോഴത്തേനും നമ്മൾ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ പീഡിയാട്രിഷ്യൻ നോക്കുന്നു. നമ്മൾ 12 വയസ്സ് എന്ന് വെച്ചാൽ 13 വയസ്സ് തികയുന്ന വരെയുള്ള കുട്ടികളെയാണ് ഒരു പീഡിയാട്രിഷ്യൻ നോക്കുക. അതിനുശേഷമുള്ളവർ നമ്മൾ അഡൽട്ട് മെഡിസിൻ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഫിസിഷ്യനാണ് നോക്കുക. നേരത്തെ വളർച്ചയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ടേംസ് ആണ് ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ഹെൽത്ത് എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കാണും, പക്ഷേ ഈ ന്യൂട്രീഷൻ കൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നുണ്ട്. അതിൽ നമ്മുടെ അമ്മമാരുടെ ന്യൂട്രീഷനും ഇൻവോൾവ് ആണോ അതോ വാവകളുടെ ന്യൂട്രീഷൻ ഇൻവോൾവ് ആണോ? എങ്ങനെയാണ് ന്യൂട്രീഷനെ കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ന്യൂട്രിക്കസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വരുന്നത്. ന്യൂട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഹൗ ദ ബേബി സക്കിൾ അറ്റ് ദ ബ്രസ്റ്റ്. ഒരു ബേബി കുട്ടിയുടെ അമ്മയുടെ എങ്ങനെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ന്യൂട്രിക്കസ് എന്ന് പറയുന്ന വാക്കും അതിൽ തന്നെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന വാക്കും വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു കുട്ടിയുടെ 75% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആദ്യത്തെ 2 വയസ്സിലാണ്. അതാണ് ന്യൂട്രീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഈ 2 വയസ്സെന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
കുട്ടി എന്ത് ഫീഡ് ചെയ്യുന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 6 മാസം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ 6 മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് മുലപ്പാൽ എങ്ങനെ കൊടുക്കണം, അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ടൈലർ മെയ്ഡ് ഇത്ര മുലപ്പാലാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് വരെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടിയുടെയും സക്കിങ് കപ്പാസിറ്റി വേറെ ആയിരിക്കും, സ്റ്റൊമക് കപ്പാസിറ്റി വേറെ ആയിരിക്കും, റെസ്റ്റിങ് ഫേസ് വേറെ ആയിരിക്കും, എല്ലാം വ്യത്യാസം കാണും. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ആണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 8 തവണയായാലും ഫീഡ് ചെയ്തിരിക്കണം. അതിൻ്റെ അകത്ത് നൈറ്റ് ഫീഡ്സും ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോഴത്തേന് കുട്ടിക്ക് ഏകദേശം ആവശ്യത്തിന് ഫീഡ് കിട്ടും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ എല്ലാ റെക്കമെൻഡേഷനിലും പറയുന്നത് കുട്ടിയുടെ ഡിമാൻഡ് അനുസരിച്ച് വേണം ഫീഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഒരു കുട്ടിക്ക് അറിയത്തുള്ളൂ കുട്ടിക്ക് എന്തുമാത്രം ഫീഡ് വേണം, അത് ഡിമാൻഡ് ഫീഡാണ് ഇപ്പം ശരിക്കും പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാ അമ്മമാരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് വിടാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒരു 8 തവണയായാലും ഒരു ദിവസം 24 hours ഫീഡ് ചെയ്തിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു 2 നൈറ്റ് ഫീഡ് ആയാലും ഉണ്ടായിരിക്കണം. പിന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ അമ്മമാർക്ക് പാല് വളരെ കുറവായിരിക്കും, കൊളോസ്ട്രം എന്ന് പറയുന്നത്. പക്ഷേ അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആൻറ്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻ നിറച്ചുണ്ട്. കുട്ടിയുടെ ഹെൽത്തിന്, കുട്ടിയുടെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആഡ് ചെയ്യാണ് ഈ ആദ്യത്തെ മിൽക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിലെന്തെങ്കിലും കളർ വേരിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും? അത് നല്ല ചോദ്യം. അതിന് ഒരു ചെറിയ മഞ്ഞ നിറമായിരിക്കും. മറ്റേ പാലെന്ന് പറഞ്ഞാൽ നല്ല വെള്ള നിറമായിരിക്കും, ഇതിലൊരു ശകലം മഞ്ഞ നിറമായിരിക്കും. അത് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിനും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ആ കളർ വരുന്നത്. അതിൻ്റെ അളവ് കുറവായിരിക്കും, 10 തൊട്ട് 40 ml ഒക്കെ കാണുകയുള്ളൂ. പക്ഷേ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, അത് കുട്ടിക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ ലാക്റ്റിൽ ഫീഡ്. പ്രീ ലാക്റ്റിൽ ഫീഡ് എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്വരണം ഞരണ്ടിയിട്ട് അത് കുട്ടിയുടെ വായി വെച്ച് കൊടുക്കും, വെള്ളം വായി വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ കുട്ടിയുടെ ഹെൽത്തിന് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇൻഫെക്ഷൻ എല്ലാം വരാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യത്തെ 28 ദിവസം കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ആ സമയത്ത് ഇങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലുമാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഉണ്ടായിക്കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിൽ പാല് കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ഇത്. ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടിക്ക് 1 മണിക്കൂറിനുള്ളിൽ പാല് കൊടുത്തിരിക്കണം. നോർമൽ ഡെലിവറി ആണെങ്കിൽ. സിസേറിയൻ ആയിരിക്കണമെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ട് പാല് കൊടുത്തിരിക്കണം. അതാണ് എത്ര സമയത്തിനുള്ളിൽ പാല് കൊടുക്കണമെന്നുള്ളത്. നമ്മളെപ്പോഴും അത്ഭുതത്തോടെ കാണുന്നല്ലേ ഈ ഉണ്ടായ കുട്ടി എങ്ങനെ ശരിക്കും ഈ വയറിൻ്റെ ഉള്ളിലിരുന്ന കുട്ടി കറക്റ്റായിട്ട് അമ്മയുടെ മുലപ്പാൽ എങ്ങനെയാണ് കറക്റ്റ്? ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയെ ശരിക്കും നമ്മൾ പറയുന്ന അമ്മയുടെ വയറിൽ വെച്ച് കൊടുക്കാനാണ്. അമ്മയുടെ വയറിൽ വെച്ച് കൊടുത്താൽ അത് കുട്ടി തനിയെ നീങ്ങി ചെന്ന് ആ കുട്ടിക്ക് ഒരു സക്കിങ് റിഫ്ലക്സ് കാണും, റൂട്ടിങ് റിഫ്ലക്സ് കാണും. അത് 2 സൈഡിലും തല മാറ്റി വെച്ച് അമ്മയുടെ ബ്രസ്റ്റിൽ ചെന്നിട്ട് ബ്രസ്റ്റിൽ വെച്ച് സക്ക് ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുന്നത്. തന്നെ ചെയ്യാൻ പറ്റും, തന്നെ കുട്ടി ചെയ്തിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. അത് അമ്മയുടെ വയറിൽ വെച്ച് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. കുട്ടി തന്നെ നീങ്ങി ചെന്ന് മുന്നോട്ട് ചെന്ന് സക്ക് ചെയ്തോളും. അപ്പോൾ കുട്ടിക്ക് സക്കിങ് റിഫ്ലക്സ് ആണ്. നോർമൽ ഒരു ന്യൂറോളജിക്കൽ ഒരു ബ്രെയിനും ഒക്കെ ഉള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടി സക്ക് ചെയ്തിരിക്കും. കുട്ടിയാണെങ്കിൽ അങ്ങോട്ട് നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മളിപ്പോൾ ഒരു വിരൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സൈഡിലോട്ട് കുട്ടി തല മാറ്റും. അതിന് നമ്മൾ പറയുന്നത് റൂട്ടിങ് റിഫ്ലക്സ് കാണും. വായിക്കകത്ത് വിരൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടി സക്ക് ചെയ്യാൻ തുടങ്ങും. സക്കിങ് റിഫ്ലക്സ് അത് ഉണ്ടാകുന്ന ന്യൂറോളജിക്കലി നോർമലായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കാണും. അപ്പോൾ കുട്ടി അങ്ങനെ സക്ക് ചെയ്യാനും തുടങ്ങും. അന്ന് പിന്നെ നമ്മളാണെങ്കിൽ ഡിമാൻഡ് ഫീഡ് അനുസരിച്ച് കുട്ടിക്ക് പാല് മുന്നോട്ട് പോകണം. ഇനി അമ്മയ്ക്ക് പാലില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ എന്ന് പറഞ്ഞു 6 മാസത്തിന് സ്ട്രിക്റ്റ് ആയിട്ടും കുട്ടി കൊടുക്കണോ, അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നല്ലൊരു ചോദ്യമാണ്. അപ്പം 6 മാസം വരെ നമുക്ക് കുട്ടിക്ക് പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ഒന്നും കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കത്തില്ല, വേറെ ആഹാരങ്ങൾ കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. ഇപ്പം അമ്മയ്ക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഇൻവേർട്ടഡ് നിപ്പിളായിരിക്കാം. ഇൻവേർട്ടഡ് നിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മുലക്കണ്ണ് അകത്തേക്ക് കയറിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ചിലരുടെ ആണെങ്കിൽ ഒരു സ്യൂഡോ ഇൻവേർട്ടഡ് നിപ്പിളായിരിക്കും. അത് നമ്മളാണെങ്കിൽ ബ്രസ്റ്റിലൊന്ന് ടിഷ്യൂവിലാണെങ്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ അകത്തേക്ക് ഇരിക്കുന്ന നിപ്പിൾ ചിലപ്പം പുറത്തേക്ക് വരും എന്ന് പറയുന്നത് സ്യൂഡോ ആയിട്ട് കയറിയിരിക്കുന്നതാണ്. അതൊരു ഫോൾസ് ഇൻവേർട്ടഡ് നിപ്പിളാണ്. അങ്ങനെയല്ല, നമ്മൾ ഞെക്കി കഴിയുമ്പോഴും പിന്നെ പുറത്തേക്ക് വരുന്നത് വീണ്ടും കുറച്ചുകൂടെ അകത്തേക്ക് വന്നു. അത് ശരിക്കും ഒരു ഇൻവേർട്ടഡ് നിപ്പിളാണ്. ഇൻവേർട്ടഡ് നിപ്പിളാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സിറിഞ്ച് ടെക്നിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു ടെക്നിക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റിൽ ഒരു എൻഗോർച്ച്മെന്റ് എന്നൊക്കെ പറയാം. എൻഗോർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് പാല് കെട്ടിക്കിടന്ന് നിപ്പിളിൻ്റെ അവിടെ ഫ്ലാറ്റായി പോകും. അങ്ങനെ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പാല് കൊടുക്കാതെ വരിക. നമ്മൾ പറയുന്നത് ഈ 1 മണിക്കൂറിനുള്ളിൽ എയർലി ഇനീസിയേഷൻ ബ്രസ്റ്റ് ഫീഡിങ് നടക്കാതെ വരുന്നു. അല്ലെങ്കിൽ കുട്ടി പാല് കുടിച്ച് കഴിയുന്നതിന് മുന്നേ കുട്ടി അതിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ ആർട്ടിഫിഷ്യൽ ഫീഡ്, ഫോർമുല ഫീഡ് കൊടുത്തു തുടങ്ങുന്നു, അന്നേരം പാല് കെട്ടിക്കിടക്കുന്നു. പിന്നെ എൻകോർഷ് ആയി കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം കുട്ടി ശരിയായ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല.
അറ്റാച്ച്മെൻറ്റ് വരാതിരുന്നാൽ ബ്രസ്റ്റ് ടിഷ്യൂവിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ പറയുന്നത് മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം കൂടെ കുട്ടിയുടെ വായി വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുന്നില്ല, മുലക്കണ്ണ് മാത്രമാണ് കുട്ടിയുടെ വായിലിരിക്കുന്നതെങ്കിൽ കുട്ടി അതേൽ കടിച്ച് മുറിവ് വരും. പിന്നെ അമ്മയ്ക്ക് പെയിൻ വരുന്നതുകൊണ്ട് അമ്മ പിന്നെ അത് ശരിക്കും ഫീഡ് ചെയ്യാതിരുന്നു. കടിച്ച് മുറിവ് വരുന്ന ആദ്യമേ പല്ലൊന്നും ഇല്ലാത്ത കുട്ടി എങ്ങനെ പല്ലില്ല, 6 മാസത്തിലെ കുട്ടിക്ക് പല്ല് വന്ന് തുടങ്ങുകയുള്ളൂ. പക്ഷേ ഈ നമ്മൾ ഈ മുലക്കണ്ണി മാത്രമായിട്ട് കുട്ടിയാണെങ്കിൽ സക്ക് ചെയ്ത് അവിടെ മുറിവ് വരും. അപ്പം അവിടെ ക്രാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതും പിന്നെ ആണെങ്കിൽ ബ്രസ്റ്റ് എൻകോർസ്മെൻറ്റ് പോലെ വരാം. ഒന്നെങ്കിൽ അത് വരാം, അത് ഫ്ലാറ്റ് നിപ്പിളൊക്കെ ആയി പോവാം. അല്ലെങ്കിൽ അവിടെ പഴുപ്പ് വരാം. പഴുപ്പ് വന്നിട്ട് ബ്രസ്റ്റ് അബ്സസ് വരെ ആവാം. അങ്ങനെ ഇപ്പോൾ ഒരു മുറിവ് വരുവാണെങ്കിലും നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ മാക്സിമം എയർ എക്സ്പോഷർ കൊടുക്കുക. ദിവസം ഒരു നേരമേലും വാം വെള്ളം, ഇളം ചൂടുള്ള വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കുക. പിന്നെ ഈ പാല് കൊടുത്ത് ഇനീഷ്യലി വരുന്നതിന് ഫോർമിൽക്ക് എന്ന് പറയും. അവസാനം കുട്ടി പാല് കൊടുത്ത് വരുമ്പോഴത്തേനും വരുന്നതാണ് ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത് അമ്മയുടെ. അത് ഭയങ്കര ഇമ്മ്യൂണോഗ്ലോബിലൊക്കെ റിച്ച് ആയിട്ടുള്ള കാര്യമാണ്, ആൻറ്റിബോഡീസ് ഒക്കെ നിറച്ചുള്ള ഒരു കാര്യമാണ്. അതെന്നേരം അതിൽ നിന്ന് ഒരു 2 തുള്ളി എടുത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അത് തന്നെ ക്യൂർ ആവും. അത് ക്യൂർ ആവും. പക്ഷേ ഫീഡിങ്ങിന് നമ്മളത് നിർത്താനൊന്നും പറയുന്നില്ല, ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. ഇതൊന്നുമല്ല അമ്മയ്ക്ക് ആവശ്യത്തിന് പാല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണ് അമ്മലിപ്പോൾ ചോദിച്ചത്. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഫീഡിങ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഫോർമുല ഫീഡ് നമുക്ക് കൊടുക്കാം. നമുക്ക് പശുവിൻ്റെ പാല് ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, ആടിൻ്റെ പാല് ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, വേറെ ആഹാരമോ വെള്ളം ഒന്നും കൊടുക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീഡ് എന്ന് വെച്ചാൽ ഫോർമുല ഫീഡായിട്ട് കൊടുക്കാം. ഇൻഫൻറ്റ് ഫോർമുലാസ് ഉണ്ട്. ഈ ഇൻഫൻറ്റ് ഫോർമുലാസ് എന്ന് പറയുന്നത് ചില ഈ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണാൻ ഭയങ്കര ഹെൽത്തിയാണ്, അമ്മമാരുടെ മുലപ്പാലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണെന്ന് പറയും. അപ്പോൾ അത് ശരിക്കും കറക്റ്റാണോ? നമുക്കതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റിയല്ല. പക്ഷെ നമുക്ക് കിട്ടാവുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഫോർമുല ഫീഡ് കൊടുക്കുക, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ ഇതും കൗ മിൽക്ക് തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അമ്മയ്ക്ക് പാലില്ലെന്ന് വിചാരിക്കുക, പക്ഷേ അവരുടെ ഏതൊരു റിലേറ്റീവ് ഈയിടെ പ്രഗ്നൻസി ആയതാണ്, അവർക്കപ്പം സ്വിച്ച് ചെയ്ത് പാല് കൊടുക്കുക സേഫ് ആയിരിക്കുമോ? നമ്മൾ ശരിക്കും അങ്ങനെ അങ്ങ് അഡ്വൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഇൻഫെക്ഷൻസ് വല്ലതും വരാൻ ചാൻസ് ഉള്ളതുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല മറ്റേ ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അപ്പം അങ്ങനെ അസുഖമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഫോർമുല മിൽക്കായിട്ട് കൊടുക്കുന്ന അത് ഏതൊക്കെയാണ്? ഇതിലും ഇപ്പോൾ ഒരു പ്രീ ടേം കുട്ടിയാണെങ്കിൽ, മാസം തികയാതെ ഉണ്ടായ കുട്ടിയാണെങ്കിൽ നമ്മളാണെങ്കിൽ പറയും പ്രീ ടേം ഫോർമുല ഫീഡുകളുണ്ട്. അപ്പോൾ പ്രീ ടേം ഫോർമുല ഫീഡായിട്ട് അങ്ങനെ തന്നെ നമുക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കാലറി ഡെൻസ് ആയിരിക്കും, ബാക്കിയുള്ള ന്യൂട്രിയൻസ് കുറച്ചുകൂടെ കാണും. അപ്പോൾ അതാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ പറയുക. ഇപ്പോൾ ഒരു ടേം ബേബിയെ മാസം തികഞ്ഞുണ്ടായ കുട്ടി, 37 ആഴ്ച കഴിഞ്ഞതിനുണ്ടായ ശേഷമുണ്ടായ കുട്ടിയാണെങ്കിൽ നമ്മൾ പറയും ടേം ഫോർമുല ഫീഡ് അത് കൊടുക്കാമെന്ന്. അപ്പോൾ ടേം ഫോർമുല ഫീഡ് ആണെങ്കിൽ അത് മതിയാവും ആ കുട്ടിക്ക്. അതിൻ്റെ എല്ലാം കുറേ കമ്പനികളുണ്ട്. അതും ഈ കമ്പനികളിലൊക്കെ തന്നെ ഇവർ സ്റ്റേജ് 1 എന്ന് പറഞ്ഞിറക്കും. അത് 6 മാസം വരെ. അതിനുശേഷം സ്റ്റേജ് 2 കാണും, 6 തൊട്ട് 1 വയസ്സ് വരെ, 1 തൊട്ട് 1.5 വയസ്സ് വരെ സ്റ്റേജ് 3, പിന്നെ 1.5 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ സ്റ്റേജ് 4, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ കുട്ടികൾ കരയുമല്ലോ, അവർക്ക് അറിയാവുന്ന ആകെ കരയാൻ മാത്രമാണ്. ഈ പിള്ളേർ കരയുന്നത് പാലിന് വേണ്ടിയാണെന്ന് തന്നെ എങ്ങനെ മനസ്സിലാക്കാം? കാരണം വീട്ടിലുള്ള ആൾക്കാർ ആദ്യമേ പറയുന്നത് കാരണം കൊച്ചു കരയുന്നത്, കുറച്ച് പാല് കൊടുക്കുന്നത്. ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും കൊച്ചു കരയുന്നത്. എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് കൊച്ചു പാലിന് വേണ്ടി തന്നെയാണ് കരയുന്നത്? അതുപോലെ ഈ ഓവർ ഫീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ അണ്ടർ ഫീഡിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഓവർ ഫീഡിങ് ആയി പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടിയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന പീഡിയാട്രിഷ്യൻ അല്ല, ആ കുട്ടിയുടെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് പറയാൻ പറ്റും ഈ കുട്ടി കരയുന്നത് ഉറങ്ങാൻ വേണ്ടിയാണോ, അസുഖബാധിതനായതുകൊണ്ടാണോ, അല്ലെങ്കിൽ പാലിന് വേണ്ടിയിട്ടാണോ എന്ന്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അമ്മയ്ക്ക് തന്നെയാണ്. അപ്പം പാലിന് വേണ്ടി കരയുന്നത് പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഫീഡിങ് ക്യൂസ് ഉണ്ട്, കുറച്ച് ഒരു 9 ക്യൂസ് ഉണ്ട്. അത് നമ്മൾ മദറിനെ എല്ലാ ലേബർ റൂമിലും, എല്ലാ പോസ്റ്റ്നേറ്റൽ വാർഡുകളിലും, ഈ പ്രസവാനന്തര വാർഡുകളിലും നമ്മൾ അതിൻ്റെ ഫീഡിങ് ക്യൂസും വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടും അമ്മമാർക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ അമ്മമാർക്കും തന്നെ അല്ലാതെ തന്നെ അറിയാൻ പറ്റും കുട്ടി കരയുന്നത് പാലിനാണോ എന്ന്. പിന്നെ അസുഖബാധിതനായ ഒരു കുട്ടിയാണെങ്കിൽ കരഞ്ഞ് പാല് കൊടുക്കാൻ നോക്കിയാലും പാല് കുടിക്കില്ല. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞൊരു കുട്ടിയെ കുറച്ച് കഴിയുമ്പോഴത്തേനും കുട്ടിക്ക് കരഞ്ഞ് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടിയാണെങ്കിൽ പാല് കുടിക്കാതിരിക്കും. അത് വേറൊരു ഇതാണ്. ഒക്കെ അമ്മമാർക്ക് കാണുമ്പോഴേ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമുക്കിത് പാൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പിന്നെയുള്ള സംശയം. പാൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കുന്നത്. മൂത്രം കുട്ടിയുടെ എത്ര പോകുന്നുണ്ട്. അപ്പോൾ ഒരു 4 തൊട്ട് 6 തവണ മൂത്രം. ആദ്യ ദിവസങ്ങളിൽ 2, 3 അല്ല 3, 4 തവണയൊക്കെ മലം പോകും. ഈ മൂത്രം പോകുന്നതിന് വലിയ കളറും കാണില്ല, ഡാർക്കൊന്നും ആയിരിക്കില്ല, ലൈറ്റ് കളറായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് വെയിറ്റ് വെക്കുന്നുണ്ടോ എന്നുള്ള.
ആദ്യത്തെ 3 മാസം 30 ഗ്രാം മേലും ഒരു ദിവസം കുട്ടിക്ക് കൂടണമെന്നാണ്. 3 മാസം മീൻസ് ആദ്യത്തെ 10 ദിവസം കുട്ടിയുടെ വെയിറ്റ് കുറയും, 7 ദിവസം വെയിറ്റ് കുറഞ്ഞ് 10ാമത്തെ ദിവസം ആകുമ്പം ജനിച്ച വെയിറ്റ് വീണ്ടും എത്തിയിട്ട് അതിനുശേഷം വീണ്ടും 30 ഗ്രാം വെച്ച് ഓരോ ദിവസം കൂടി പോകണം. അങ്ങനെ നമ്മൾ പറയുക. അങ്ങനെ ആദ്യത്തെ 3 മാസം 30 ഗ്രാം വെച്ച്, പിന്നത്തെ 3 മാസം 20 ഗ്രാം വെച്ച്, പിന്നത്തെ 3 മാസം 15 ഗ്രാം വെച്ച്, പിന്നത്തെ 3 മാസം 12 ഗ്രാം വെച്ച് ഒരു ദിവസം കൂടണം. 12 മാസം ഒരു വയസ്സെത്തുമ്പോഴത്തേനും അത്ര വെയിറ്റ് കൂടണമെന്ന് പറയുക. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുമ്പം മറ്റേ സൈഡിലുള്ള ബ്രസ്റ്റിൽ നിന്ന് ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് പാല് പോകുന്നു. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നോർമലായിട്ട് മിൽക്ക് പ്രൊഡക്ഷനും ഉണ്ട്, ഉണ്ടാക്കുന്നുമുണ്ട്, അത് പുറത്തേക്ക് വിടാനും ബുദ്ധിമുട്ടില്ല. അതാണ് നോർമൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ്. അപ്പം കുട്ടിക്ക് വെയിറ്റ് വെക്കുന്നുണ്ട്, ആവശ്യത്തിന് മൂത്രം പോകുന്നുണ്ട്, മലം പോകുന്നുണ്ട്, അമ്മയ്ക്ക് ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഉണ്ട്. ഇത്ര ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലും ഉണ്ട്, അമ്മ ആവശ്യത്തിന് കുട്ടിക്ക് പാല് കൊടുക്കുന്നുമുണ്ട്. ശരിയായ രീതിയിൽ നമുക്ക് അതിനകത്ത് കറക്റ്റ് ചെയ്യേണ്ടി ഒന്നും വരുന്നില്ല. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോഴേക്കും ഇത്ര സമയം കൊടുക്കണം എന്നുണ്ടോ, അതോ ജസ്റ്റ് കുട്ടിക്ക് മതിയായി എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ഫോർ മിൽക്ക് എന്ന് പറയും, രണ്ടാമത്തെ ഹൈൻ മിൽക്ക് എന്ന് പറയും. ആദ്യ ഭാഗത്ത് ഈ ഫോർ മിൽക്കാണ് വരുന്നത്. അത് കുട്ടിയുടെ ആണെങ്കിൽ ദാഹം വിശപ്പൊക്കെ മാറ്റുള്ളൂ. ഈ ഹൈൻ മിൽക്ക് രണ്ടാമത് ഏറ്റവും അവസാനം വരുന്നതാണ്. അതിൻ്റെ അകത്തു നിന്നാണ് ഈ ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിനൊക്കെ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോഴത്തേനും നമ്മൾ ഈ ഹൈൻ മിൽക്കും കുട്ടിക്ക് കിട്ടണം, ഫോർ മിൽക്കും കുട്ടിക്ക് കിട്ടണം. എന്ന് പറയുമ്പോഴത്തേനും നമ്മളിത് ഒരു 20 തൊട്ട് 25 മിനിറ്റേലും ഒരു ബ്രസ്റ്റിന് തന്നെ ഫീഡ് ചെയ്താലേ കുട്ടിക്ക് 2 കിട്ടുകയുള്ളൂ. അന്നേരം വിശപ്പ് മാത്രം മാറിയാൽ പോരാ, കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആൻറ്റിബോഡിയും കൂടെ കിട്ടുന്ന രീതി വേണം പാല് കൊടുക്കാൻ. അങ്ങനെ ഒരു ബ്രസ്റ്റിന് തന്നെ ചില കുട്ടികൾക്ക് 20 തൊട്ട് 25 മിനിറ്റ് ഫീഡ് ചെയ്തതിന് ശേഷം വീണ്ടും വിശപ്പുണ്ടെങ്കിൽ മാത്രം മറ്റേ ബ്രസ്റ്റിന് പാല് കൊടുക്കുക. നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്കൊരു സംശയം, നമ്മൾ എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതല്ലാതെ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള കാര്യം പറയുന്നില്ല. കാരണം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ ചില ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമല്ലോ, ഈ പിള്ളേർക്ക് പാല് നിർത്താൻ വേണ്ടി. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കുടിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരുടെ പാല് കുടിക്കുന്ന നിർത്താൻ വേണ്ടി മറ്റേ പാവയ്ക്ക നീരൊക്കെ ബ്രസ്റ്റിൽ ഇങ്ങനെ പുരട്ടിയിട്ട് ആ കയ്പ് കൊണ്ട് പിള്ളേർ കുടിക്കാത്തൊരവസ്ഥ കേട്ടേക്കുന്നതാണ്. അപ്പം എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാം? ഒരു കൊച്ചിന് കൊടുക്കുന്നത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരു അമ്മയിൽ എന്തുമാത്രം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നുള്ളതാണ്. ആദ്യം ഉണ്ടാകുമ്പോഴത്തേനും ഒരു ജനിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കൊളസ്ട്രോൾ ആയിരിക്കും 10 തൊട്ട് 40 ml വരെ കാണുകയുള്ളൂ. അത് ഏറ്റവും കൂടി വരുന്നത് 6 മാസം ആകുമ്പോഴാണ്. ആ സമയത്തായിരിക്കും മിൽക്ക് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുണ്ടാവുക അമ്മയിൽ. ഒരു 600 ml ഒക്കെ അമ്മ പ്രൊഡ്യൂസ് ചെയ്യും ബ്രസ്റ്റ് മിൽക്ക്. അത് എന്ന് വെച്ചാൽ ആ സമയത്താണ് കുട്ടിക്ക് ഏറ്റവും നീഡ് വരുന്നത്. അതിനുശേഷം കുട്ടിയുടെ കാലറി നീഡ് കൂടുകയാണ്, റിക്വയർമെൻറ്റ് കൂടുകയാണ്, കാലറി റിക്വയർമെൻറ്റ് കൂടുക. പക്ഷേ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന്, മുലപ്പാലിൻ്റെ പ്രൊഡക്ഷൻ പക്ഷേ കുറഞ്ഞ് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിനുശേഷം നമ്മൾ പറയുന്നത് അമ്മയ്ക്കാണെങ്കിൽ പറ്റുന്ന പോലെ 2-3 തവണ ഫീഡ് കൊടുക്കുക. നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിൻ്റെ കാര്യം നമുക്ക് വീണ്ടും പറയാം, അന്നേരം അതിൻ്റെ കാര്യങ്ങളും പറയാം. പിന്നെ നമ്മൾ പറയുന്നത് അമ്മയ്ക്ക് ഉള്ള പോലെ എന്നിട്ട് ഫീഡ് ചെയ്യാമെന്ന് പറയുന്നത് 3-4 തവണയൊക്കെ ഫീഡ് ചെയ്യുക. 2 വയസ്സ് വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. 2 വയസ്സിന് ശേഷം കുട്ടിയാണെങ്കിൽ തനിയെ നിർത്തിക്കോളും. പിന്നെ നമ്മൾ അല്ലാതെ പശുവിൻ്റെ പാലൊക്കെ കൊടുത്താൽ മതി. അല്ല അതിനുവേണ്ടി ഇങ്ങനെ കരയുന്ന പിള്ളേർ കാണത്തില്ലേ? ഞാൻ കേട്ടുണ്ട്, എൻ്റെ ഒരു കസിൻ അവനിങ്ങനെ 3 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ കുടിക്കുന്നതാണ്. അപ്പോൾ 3ാമത്തെ വയസ്സായ അമ്മ മടുത്തിട്ട് ഇതെങ്ങനെയല്ലോ നിർത്തണല്ലോ. അപ്പോൾ ചെയ്തതെന്നു വെച്ചാൽ പാവയ്ക്കാ നീര് ഇങ്ങനെ പിഴിഞ്ഞിട്ട്, പാവയ്ക്കയുടെ നീരോ എന്തോ എന്നിട്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ തേച്ചു. അപ്പം കൊച്ചു വന്ന് കുടിക്കുമ്പോൾ എന്താ കയ്പ, അങ്ങനെ നിർത്തി. അപ്പം അതൊരു ഹോം റെമഡിയുടെ ഹണ്ടിൽ യൂഷ്വലി 2 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുറയും. തീരെ കാണില്ല, അത്ര തന്നെ കുറയും. പിന്നെ ചുരുക്കം ചില കേസിൽ കാണാം, അതും അമ്മ ഫീഡ് ചെയ്യുന്നത് നിർത്തി കഴിയുമ്പോഴത്തേനും അമ്മ കൊടുക്കാതിരുന്ന മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഈ സക്കിങ് കാരണമാണ് പിന്നെ മിൽക്ക് ഉണ്ടാകുന്നത്, പിന്നെ അത് ഉണ്ടാകത്തുമില്ല. 2 വയസ്സിന് ശേഷം കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ റെക്കമെൻഡേഷനൊന്നും ഇല്ല. അപ്പോൾ ഒരു 2 വയസ്സ് വരെ കുടിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. 2 വയസ്സ് വരെ കുടിച്ച ഒരു കുട്ടിയും 6 മാസം മാത്രം കുടിച്ച ഒരു കുട്ടിയും, ഇവർക്ക് ആർക്കായിരിക്കും കൂടുതൽ ഇമ്മ്യൂണിറ്റി? അതിലെന്തെങ്കിലും ഒരു സ്റ്റഡീസ് ഉണ്ടോ? എന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിനത് നിറച്ച് ഇമ്മ്യൂണോഗ്ലോബിനുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആൻറ്റിബോഡീസ് വരും. അപ്പം അത്രയും ന്യൂട്രീഷ്യസുമാണ്, ഹെൽത്തിയാണ്, ആൻറ്റിബോഡി റിച്ചാണ് നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ 2 ഇയേഴ്സ് വരെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്തിരിക്കണം. 2 വയസ്സ് വരെ ഫീഡ് ചെയ്യേണ്ടതുമാണ്. പിന്നെ ഈ ഒബീസിറ്റിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് 6 to 12 ടൈംസ് റിസ്ക് ആണ് 6 മന്ത്സിന് മുന്നേ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന ഒരു കുട്ടിക്ക് ഒബീസിറ്റി ഫ്യൂച്ചർ ലൈഫ് വരാനുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ 6 to 12 ടൈംസ് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി കൂടുതൽ റിസ്ക് ആണ് ഒരു നേരത്തെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി 6 മാസത്തിന് മുന്നേ നിർത്തിയ ഒരു കുട്ടിക്കുള്ളത്.
ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്നതിനെ കാര്യത്തെക്കുറിച്ച് പറയാം. ഒരു ബ്രസ്റ്റ് മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് എത്ര നാളത്തേക്കിനാണ്? ഇപ്പോൾ അമ്മയാണെങ്കിൽ ജോലിക്ക് പോവാണ്, രാവിലെ പാല് പിഴിഞ്ഞ് വെച്ചിട്ട് ജോലിക്ക് പോകണം. കുട്ടിക്ക് പിന്നെ ആണെങ്കിൽ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും വന്നിട്ട് പിന്നെ ബ്രസ്റ്റ് മിൽക്ക് മുലപ്പാൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ 4 to 6 hours റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 24 hours നമുക്ക് വെക്കാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു ജെൻസി അമ്മമാർ, ജെൻസി എന്ന് പറയാനല്ല, എന്നാലും ന്യൂജൻ ആയിട്ടുള്ള അമ്മമാരൊക്കെ എല്ലാവരും ഭയങ്കര സൗന്ദര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഈ ചില മിത്തുകളായിട്ടായിരിക്കും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോഴേക്കും അമ്മമാരുടെ ബോഡി ഷേപ്പിന് പല പ്രശ്നങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് സൈസിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ട്? ഇല്ല, ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴും അമ്മയ്ക്കാണെങ്കിൽ വെയിറ്റ് ലോസിന് ഭയങ്കര നല്ലതായിരിക്കും. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു 9 to 16 kgs നോർമലായിട്ടൊരു അമ്മ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പറയുന്നത്. അങ്ങനെ ഒരു അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുവാണെങ്കിൽ വെയിറ്റ് ലോസിന് അത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ജെൻസിക്കാർക്കും അത് നല്ലതാണ്. ഈ ബ്രസ്റ്റ് ഫീഡ് നമ്മൾ ചെയ്യണം. ഇതിൽ ഹൈജീനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു അമ്മ പാൽ കൊടുക്കുന്നതിന് മുമ്പ് ഹൈജീൻ ചെയ്യേണ്ടതും കൊടുത്തതിന് ശേഷമുള്ള ഹൈജീനും, അതുപോലെ കുട്ടിയിൽ നമ്മൾ എന്തെങ്കിലും ഹൈജീനിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ഭയങ്കര നമ്മളൊരു ന്യൂ ബോൺ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമ്പോഴത്തേനും എല്ലാ ന്യൂ ബോണും അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ന്യൂ ബോൺ ഇൻറ്റൻസീവ് കെയറിൽ നമ്മൾ കിടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ NICU നമ്മൾ കിടത്തുള്ളൂ. അത്ര കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ വീട്ടിൽ നമ്മൾ അമ്മയുടെ കൂടെ വിടുവാണ്. അങ്ങനെ വിടുമ്പോഴത്തേനും നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ പറയുന്നത് വെച്ചാൽ മാക്സിമം ആൾക്കാർ എത്ര പേരെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം കുറയ്ക്കുക എന്ന് പറയും. അമ്മ, അച്ഛന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്, ഇവർ മാത്രമേ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാവുള്ളൂ. ഹാൻഡിൽ ചെയ്യുന്നവർ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്ത് ക്ലീനാക്കി കഴിച്ച് മാത്രം കുട്ടിയെ തൊട്ട് ഇതാക്കുക. പിന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഒരു വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോഴും വന്ന് ഉമ്മയൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. സ്നേഹത്തോടെ അവർ കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അതൊന്നും കൊടുക്കണ്ട എന്നുള്ള കാര്യം പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ടു ലിപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്? നോർമൽ അല്ലല്ല, മുഖത്ത് വന്ന് ഉമ്മ കൊടുക്കുന്നു ഒക്കെ പ്രശ്നമാണ്. അതും പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെയുള്ള ഇതാണ്, കുറേ പേര് കുട്ടികളെ ഉള്ള സ്നേഹത്തോടെ കുറേ പേര് കുട്ടിയെ കാണാൻ വേണ്ടി വരും. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. അവർ സ്നേഹത്തിൻ്റെ പുറത്ത് അവർ വരുന്നതാണ് എന്ന് പറഞ്ഞാലും അവർ വരുമ്പോഴത്തേനും അവരൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അത്രയും കുട്ടി ഡിമാൻഡ് ഫീഡ് നമ്മൾ കൊടുക്കുക, ഇത്ര ഇൻ്റർവെല്ലിൽ കൊടുക്കുകയും ചെയ്യാം. ഡോക്ടറെ, നമുക്കറിയാം അമ്മമാര് പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഒരു OCD ഉള്ളൊരു പേരൻ്റാണെന്ന് വിചാരിക്കുക. ഒരു അമ്മ ഒരു OCD ഉള്ള പേരാണ്, എപ്പോഴും ഭയങ്കര ക്ലീൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പ് അമ്മ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ, ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് വാഷ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ അണുക്കൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ കുട്ടിയുടെ ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വാഷ് ചെയ്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രം, ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് അമ്മ ഉപയോഗിക്കുക, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമ്മ എപ്പോഴും എന്താണ് എല്ലാ പ്രോപ്പർ ഹൈജീൻ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഹൈജീൻ്റെ അല്ല, പ്രത്യേകിച്ച് ഒരു ഹൈജീൻ അന്നാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികളുടെ വാ തുടക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ല. കുട്ടിയുടെ വാ തുറച്ച് അങ്ങനെയൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ പറയുന്നത് ഭയങ്കര ചൂടുകാലാകുന്ന സമയത്ത് ഈ കുട്ടിക്ക് വേണ്ട വെള്ളം കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും ഫീഡ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിലോ? അങ്ങനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര, നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. ഈ വെള്ളത്തിൻ്റെ അകത്ത് വല്ല അണുക്കളും ഉണ്ടെങ്കിൽ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നല്ല കൂടുതലായിരിക്കും. അപ്പം ചൂടുകാലമാണേലും അമ്മ നല്ലപോലെ വെള്ളം കുടിക്കുക, അതാണ് ഇതിൻ്റെ. അമ്മ നല്ലപോലെ വെള്ളം കുടിക്കുക, അമ്മ സാധാരണയേക്കാൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, ആഹാരം നല്ലപോലെ കഴിക്കുക. എന്നിട്ട് വെള്ളം ഒരു ലാക്ടോകോക എന്ന് പറയുന്നത്. ലാക്ടോകോക എന്ന് വെച്ചാൽ കൂടുതലായിട്ട് മിൽക്കിൻ്റെ സെക്രീഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുന്ന ഒരു അമ്മയ്ക്ക് നല്ലപോലെ പാല് വരും. പാൽ എന്നിട്ട് മുലപ്പാൽ കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ മുലപ്പാൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് ഒരു പനി വന്നു, അപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് റെഫർ ചെയ്തു. അപ്പോൾ ഈ അമ്മ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അത് മടിച്ച് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതിരിക്കുന്ന കുറേ അമ്മമാർ കാണും. അപ്പോൾ എന്താണ് ഡോക്ടർ അവരോട് പറയാനുള്ളത്? എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് ഓൺ ആൻറ്റിബയോട്ടിക്. ചില ആൻറ്റിബയോട്ടിക്സ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ഒരു മദറിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ചിലത് കൊടുക്കാവുന്നതുകൊണ്ട്. അത് ബേസ്ഡ് ഓൺ ദ ക്ലാസ്. അത് നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും വ്യത്യാസമുണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ എന്ത് മരുന്ന് കഴിക്കുന്ന ഒരു അമ്മയാണേലും നമ്മൾ പറയുന്ന
പാല് കൊടുത്തതിന് ശേഷം ആ മരുന്ന് കഴിക്കുക. എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് മുലപ്പാൽ കൊടുത്ത് അതിന് ശേഷം ഏത് മരുന്നാണേലും അങ്ങനെ തന്നെ ചെയ്യുന്നത്, മരുന്ന് കഴിക്കുക. എന്നിട്ട് പിന്നെ അടുത്ത ഡോസ് മരുന്ന് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒന്നുകൂടെ ഫീഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടുത്ത ഡോസ് കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മദറിനോട് മരുന്ന് കഴിക്കാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് മരുന്നാണേലും മുലപ്പാലിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് കാണും. അപ്പോൾ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് പറയുന്നത്. പിന്നെ ചിലതൊക്കെ നമുക്കാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ മദറിൻ്റെ ചേഞ്ചസ് വരത്തിന് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട്. അതൊക്കെ അത് നമുക്കൊരു ക്ലാസ് വെച്ചിട്ട് മാറ്റേണ്ടി വരും. പിന്നെ അബ്സലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്യാൻസർ ഡ്രഗും ലിഥിയം പോലുള്ള മരുന്നും അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് അബ്സലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഞാൻ വേറെ ഒരു സംശയം ചോദിക്കാം ഡോക്ടർ. അമ്മമാർ കഴിക്കുന്ന ഭക്ഷണം ഇപ്പം ചിക്കൻ, ബീഫ് ഇതുപോലത്തെ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. അപ്പോൾ കഴിക്കുമ്പോഴേക്കിനും എന്നിട്ട് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ചില ഐറ്റംസിനോട് അലർജി കാണും. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പാലിൽ നിന്ന് കുട്ടിക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ടോ? കഴിച്ച ഭക്ഷണത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് അലർജി വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു ചാൻസ് തീരെ കുറവാണ്. ഇല്ല, അങ്ങനെ ഒരു ചാൻസ് തന്നെ ഇല്ല. അമ്മ എന്തെങ്കിലും ആഹാരം കഴിച്ചു എന്നതിൻ്റെ പേരിൽ കുട്ടിക്ക് ഒരു അലർജിയുടെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഒട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആഹാര പദാർത്ഥം അമ്മ ഉപയോഗിക്കുന്നത് നിർത്തേണ്ടിയോ അങ്ങനെയൊന്നും കാര്യമില്ല. ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില അമ്മമാരുണ്ട് ഈ പ്രഗ്നൻസിയുടെ ഇനീഷ്യൽ ആ പീരീഡിൽ ആയുർവേദിക് മെഡിക്കേഷൻ എടുക്കും. പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഇനീഷ്യലി ആയുർവേദിക് മെഡിക്കേഷൻ എടുക്കും. ആ ആയുർവേദിക് മെഡിക്കേഷൻ ചിലപ്പം ബ്രസ്റ്റ് മിൽക്ക് വരും. അത് കുട്ടിക്കാണെങ്കിൽ വയറിൽ നോവായിട്ടൊക്കെ നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടറെ, 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ്? നമുക്ക് ഈ സെമി സോളിഡ് ഫുഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണോ ആദ്യമേ കൊടുക്കേണ്ടത്, അതോ നേരെ നമ്മൾ സോളിഡ് ഫുഡിലേക്കാണോ നമ്മൾ പോകേണ്ടത്? അതാണ് സെമി സോളിഡ് കൊടുക്കുന്ന ഫേസാണ് ഈ 6 മാസം തൊട്ട് 12 മാസം വരെയുള്ള സമയം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ആ ഫോമിൽ തന്നെ കിട്ടും. വീട്ടിലുള്ള ആഹാരങ്ങൾ ഫാമിലി പൊട്ടായിട്ട് 1 വയസ്സിന് ശേഷമുള്ളൂ ആ ഫോമിൽ തന്നെ കിട്ടും. മറ്റേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ഒരു പോറിഡിച്ച് എന്ന് പറഞ്ഞാൽ കുറുക്ക് പരുവത്തിൽ നമ്മൾ കൊടുത്തു തുടങ്ങണം. കൊടുത്തു തുടങ്ങുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. എന്ത് കൊടുത്തു തുടങ്ങണം എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ കൊടുക്കണം അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു സീരിയൽ ബേസ്ഡ് കുറുക്ക്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുകയും ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന റാഗിയാണ്. റാഗി കുറുക്കി കൊടുക്കുക, അതാണ് ഭയങ്കര നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റാഗി കുറുക്കിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം അതും നമ്മൾ രാവിലെ സമയം തന്നെ കൊടുത്തു തുടങ്ങുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പം ചില ആഹാര പദാർത്ഥത്തിനോട് എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസിനോട് അലർജി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോട് അലർജി വരുമോ നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ കൊടുക്കുക. രാവിലെ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യം 1 സ്പൂണ് രാവിലെ സമയം കൊടുക്കുന്നു, വൈകിട്ടാകുമ്പോൾ വീണ്ടും 1 സ്പൂൺ കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വരുന്നു. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കൂട്ടുന്നു. അങ്ങനെ നമ്മൾ 4-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ആഹാര പദാർത്ഥം കൂടെ ഉൾപ്പെടുത്തി തുടങ്ങാം. 1-ൽ കൂടുതൽ ആഹാര പദാർത്ഥം ഒരേ ദിവസം നമുക്ക് ഉൾപ്പെടുത്തി തുടങ്ങാൻ പറ്റിയല്ല. ഏതിനോടാണ് അലർജി ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ക്വാണ്ടിറ്റിയും പതുക്കെയാണ് കൂട്ടുന്നത്. ബാക്കിയുള്ള സമയം എന്ത് കൊടുക്കുന്നു വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും, മുലപ്പാൽ തന്നെ കൊടുക്കും. അതിനെയാണ് ഈ കോമ്പിനേഷൻ ഫീഡിങ്. അതെ, കോമ്പിനേഷൻ 2 കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ് ആണ് കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞത്. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. നമ്മളെ ഈ പോറിടിച്ച് അല്ലെ കുറുക്ക് വെച്ച് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് പിന്നെ നമുക്ക് ചോറ് വേണമെങ്കിൽ ഉടച്ചിട്ട് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ 6 മാസം തൊട്ട് 8 മാസം വരെയുള്ള സമയം എന്ന് വെച്ചാൽ എന്തുമാത്രം കൂട്ടണമെന്ന് ചോദിച്ചാൽ നമ്മൾ 1-2 സ്പൂണിൽ കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞു. 8 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഒരു 250 ml ഉള്ളുന്ന ബൗളിൻ്റെ അര ബൗള് അത്ര നമ്മൾ കൂട്ടിക്കൊണ്ട് അവിടം വരെ എത്തണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഏത്തയ്ക്ക പൊടിച്ചിട്ട് കുറുക്കി കൊടുക്കാം, അത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ 8 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ എന്ത് കൊടുക്കുന്നതാണ്. 8 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്കാണെങ്കിൽ സസ്യേതരാഹാരങ്ങൾ നോൺ വെജ് ഒക്കെ കൊടുത്തു തുടങ്ങാം. നോൺ വെജ് കൊടുക്കുമ്പോഴും കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ഇറച്ചി മീനും ഒക്കെ അതൊക്കെ ആണെങ്കിൽ അമ്മ സൂക്ഷിച്ച് ഞുള്ളിയെടുത്ത് ചെറിയ ഇതാക്കി എടുത്തിട്ട് 8 മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് കുട്ടിക്ക് കൊടുത്തു തുടങ്ങാം. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ 6 മാസം തൊട്ട് കൊടുത്തു തുടങ്ങും. പക്ഷെ നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. കൾച്ചറലി നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കൾച്ചറലി അക്സെപ്റ്റബിൾ ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിലും ഫോളോ ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 8 മാസത്തിലൊക്കെ കൊടുത്തു തുടങ്ങിയാൽ മതി. മുട്ടയുടെ നമുക്ക് മഞ്ഞ കൊടുക്കാം, വെള്ളം കൊടുക്കത്തില്ല. മഞ്ഞ കൊടുക്കാം, വെള്ളം കൊടുക്കത്തില്ല. വെള്ളയോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1 വയസ്സിന് ശേഷമേ നമ്മൾ പറയുള്ളൂ. നമ്മൾ ഈ ഇതിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ പശുവിൻ്റെ പാലിൻ്റെ കാര്യം പറയുന്ന പോലെ പശുവിൻ്റെ പാല് 1 വയസ്സിന് ശേഷം കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ളയും. മഞ്ഞ നമുക്ക് കൊടുക്കാം. ഈ പശുവിൻ്റെ പാല് കൊടുക്കുന്നത് അതെന്തുകൊണ്ട് നമ്മൾ ഈ കിട്ടുന്ന പാല്
ഈ പല പല ഓരോ പശുക്കളുടെയും കളക്ട് ചെയ്തിട്ട് അത് പല പ്രോസസ്സുകൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടാണോ കുട്ടികൾക്ക് പ്രശ്നം, അതോ കുട്ടികൾക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും പശുമ്പാൽ കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയത്തുമില്ല. ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടിക്കാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിനോട് പോലും ഇൻടോളറൻസ് ആയിരിക്കും. അപ്പം അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. പിന്നെ ഈ പശുവിൻ്റെ മിൽക്കിൻ്റെ അകത്ത് കൗ മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്. ഈ കൗ മിൽക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള കൗ മിൽക്ക് പ്രോട്ടീൻ അലർജി വരാൻ സാധ്യതയുണ്ട്. കൗ മിൽക്ക് പ്രോട്ടീൻ അപ്പോൾ കുട്ടി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 വയസ്സിന് ശേഷം കൊടുത്താൽ മതി. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കും കൗ മിൽക്കും ഒക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ പറയുന്ന വേ പ്രോട്ടീൻ ഉണ്ടല്ലോ, ആ വേ പ്രോട്ടീന് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ളതെന്ന് പറഞ്ഞാൽ 4 times മോർ ദാൻ കൗ മിൽക്കിലുള്ളതിൻ്റെ 4 ഇരട്ടിയാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റുകൾക്കെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. കെയ്സീനുണ്ട്, അത് കെയ്സീനും രണ്ടിൻ്റെ അകത്തുള്ള കൗ മിൽക്കിലും ബ്രസ്റ്റ് മിൽക്കിലുള്ള കെയ്സീൻ പ്രോട്ടീനും എല്ലാം വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് കൗ മിൽക്ക് ഈസ് ഫോർ ടിഷ്യൂ ഗ്രോത്ത് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക് ഈസ് ഫോർ ന്യൂറോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ശരിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രസ്റ്റ് മിൽക്കിനോടും അലർജിയുള്ള കുട്ടികൾ കാണുമോ? ബ്രസ്റ്റ് മിൽക്കിനോട് അലർജി എന്ന് വെച്ചാൽ ലാക്ടോസ് ഇൻടോളറൻസ് വരുവാണെങ്കിൽ, അപ്പം അമ്മമാരുടെ പാലിൽ ലാക്ടോസിൻ്റെ കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്. അപ്പം ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള ഫോർമുല കൊടുക്കേണ്ടി വരും. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, സ്വയം അമ്മയുടെ പാല് കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെ അലർജിക് റിയാക്ഷൻ ആയി കൊച്ചുങ്ങൾ കാണിക്കുന്ന എന്തൊക്കെ റിയാക്ഷൻസ് ആയിരിക്കും ഇങ്ങനെ ഒരു അലർജി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ? യൂഷ്വലി ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ടുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഫ്രീക്വൻറ്റ് ലൂസ് സ്റ്റൂള്, വയറിളക്കമായിരിക്കും കാണുക. വയറിളക്കം കാണും, കുട്ടിക്ക് വെയിറ്റും വെക്കുകയില്ല. അല്ല, നമ്മൾ സാധാരണ കുട്ടികളുടെ ആദ്യത്തെ സ്റ്റേജിൽ ലൂസ് ആയിട്ടുള്ള ഇതല്ലേ, അത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് നമ്മളത് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നമ്മളത് അമ്മമാരെപ്പോഴും വയറിളക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം പോകുന്ന വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ അത് തരി പോലെ ഉണ്ടോയെന്ന്. അത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഒരു ലിക്വിഡൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ തരി പോലെ കാണും. പക്ഷേ വയറിളക്കമായി കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിരിക്കും. ഈ കുട്ടികളുടെ മലത്തിൽ ഈ ബ്ലഡിൻ്റെ അംശം കാണുന്നത് അതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണോ, അതോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ കുട്ടിക്ക് അങ്ങനെ വരുന്നത്? ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു കുട്ടിയുടെ മലത്തിൻ്റെ അകത്ത് രക്തത്തിൻ്റെ അംശം കാണുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഈ 6 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറയും കോംപ്ലിമെൻ്ററി ഫീഡ് കൊടുത്തു തുടങ്ങുന്ന പ്രായം എന്ന് പറഞ്ഞു. ആ പ്രായത്തിൽ ചിലപ്പം ചില കുട്ടികൾക്കാണെങ്കിൽ ഈ ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ അകത്ത് രക്തമയം പോലെ കാണാം. നമ്മൾ റെഡ് കറൻറ്റ് ജെല്ലി പോലെ കാണുമെന്ന് പറഞ്ഞാൽ ജെല്ലി പരുവത്തിൽ ചുമന്ന് നിർത്തി ചിലപ്പം കാണാം. അതെന്ന് പറഞ്ഞാൽ ഇൻഡുസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമാണ്. ഇൻഡുസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കുടൽ മറിഞ്ഞിട്ട് ഒരു ഭാഗത്തിലെ കുടൽ വേറൊരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴാണ് ഇൻഡുസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പുതിയതായിട്ട് ആഹാരമൊക്കെ കൊടുത്തു തുടങ്ങുമ്പോഴത്തേനും ചിലപ്പം ഈ വയറിൻ്റെ ഉള്ളിലെ കഴലയുണ്ട്, കഴലകൾക്കൊക്കെ വീക്കം വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു ഭാഗത്ത് ഒബ്സ്ട്രക്ഷൻ ആണത്. ഒരു ഭാഗത്തെ കുടൽ വേറൊരു ഭാഗത്തിലെ കുടലിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഒബ്സ്ട്രക്ഷൻ തന്നെയാണത്. എന്നിട്ട് പിന്നെ ആ ഒരു GI ഡാമേജ് ഒക്കെ കാരണമാണ് ഒരു ചുമന്ന നിറത്തിൽ ജെല്ലി പോലെ പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ ഈ ഒരു ഏജ് ഒരു 5 years താഴെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡുസെപ്ഷനാണ്. അങ്ങനെ കുടൽ മറിഞ്ഞ് ടെലിസ്കോപ്പിംഗ് ഓഫ് GI എന്നാണ് നമ്മൾ പറയുന്നത്. കുടലിൻ്റെ ഒരു ഭാഗം വേറൊരു ഭാഗത്തിനകത്ത് ടെലിസ്കോപ്പ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ വയറിളക്കം, അതിനോടനുബന്ധിച്ച് വരുന്ന ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ രക്തമയമുണ്ട്, അണുബാധയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ആൻറ്റിബയോട്ടിക് കറക്റ്റായിട്ട് കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനും കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. എൻസെഫലോപ്പതി, ബ്രെയിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നു. ഫിറ്റ്സോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ കാര്യം അനുസരിച്ച് അതൊക്കെ മാറും, മാനേജ്മെൻ്റൊക്കെ മാറും. പക്ഷെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിംഗ് ഓഫ് ബബിൾ, ഇൻഡുസെപ്ഷൻ. ഇനി അതുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം സർജറിയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ, അതോ? യൂഷ്വലി സർജറിയുടെ ആവശ്യം വരികയില്ല. ഈ സലൈൻ റിഡക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്കുണ്ട്. അത് വെച്ചിട്ട് ഒരു നോൺ സർജിക്കൽ മെത്തേഡാണ്. അത് വെച്ചിട്ട് പീഡിയാട്രിക് സർജറി വിഭാഗം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് പീഡിയാട്രിക് സർജറിയാണ് ചെയ്യേണ്ടത്. അപ്പം സർജറിയിലേക്ക് പോകേണ്ടി വരികയില്ല. പിന്നെ പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടേമിൽ വരാൻ ചാൻസ് ഉണ്ട്. ലോങ് ടേമിൽ എന്ന് വെച്ചാൽ less than 5 years കുട്ടിക്ക് വീണ്ടും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്.
ഒരു തവണ ഇൻഡുസെപ്ഷൻ വന്നൊരു കുട്ടിക്ക്. ഓക്കെ. അപ്പം ഫോളോ അപ്പ് ചെയ്തിരിക്കുക. ഇനി അങ്ങനെ ഒരു വയറുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കുട്ടി വന്നാൽ നമ്മൾ എന്താണെങ്കിലും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കുഴപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, 6 മാസം വരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഫുഡുകൾ, ഒരു വയസ്സായ ഒരു കുട്ടി അവന് കൊടുക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്? ഈ ഒരു വയസ്സിന് ശേഷം നമ്മളാണെങ്കിൽ പറയുന്നത് ഈ വീട്ടിലുണ്ടാക്കുന്ന ഫാമിലി പോട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും അതേപോലെ കൊടുത്തു തുടങ്ങാമെന്ന് പറയുന്നത്. അപ്പം വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും എന്തുമാത്രം കൊടുക്കണമെന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഒരു വയസ്സിന് ശേഷം കുട്ടി പെട്ടെന്ന് എല്ലാ ദിവസവും കൂടെ ഒരു ദിവസം എല്ലാം കൂടെ കഴിച്ചു തുടങ്ങത്തില്ല. അതുകൊണ്ട് ഒരു 11 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ആണെങ്കിലും ദോശയൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് കറിക്കകത്തൊക്കെ ഇട്ടിട്ട് അലിപ്പിച്ചിട്ട് അങ്ങ് കൊടുത്തു തുടങ്ങണം. അങ്ങനെ നമ്മൾ 11 മാസമൊക്കെ തൊട്ട് കൊടുത്തു തുടങ്ങുക. അതിനുശേഷം പിന്നെ ഒരു 12 മാസമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും അതേപോലെ കുട്ടി കഴിക്കണം. എന്തേലും കഴിക്കണമെന്ന് ചോദിച്ചാൽ, എന്തുമാത്രം കഴിക്കണമെന്ന് ചോദിച്ചാൽ അമ്മ എന്ത് കഴിക്കുന്നോ അത് തന്നെ കുട്ടി കഴിക്കണം. അമ്മ എന്തുമാത്രം കഴിക്കും, നോർമൽ വെയിറ്റുള്ള അമ്മ കഴിക്കുന്നതിൻ്റെ നേർപകുതി 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടി കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വീട്ടിലുള്ള ആഹാരം എന്ന് പറഞ്ഞു, സാധാരണ ഈ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കഴിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ കഴിക്കാൻ വേണ്ടി അമ്മമാർ ചിലപ്പോൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ മുക്കി ഇങ്ങനെ വായിൽ കൊടുക്കും. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പിള്ളേർക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ ലോങ് ടേമിൽ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ 1 വയസ്സിന് മുന്നേ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും. നമ്മളിപ്പം പറഞ്ഞു മുട്ടയുടെ വെള്ളയുടെ കാര്യം പറഞ്ഞു, പാല് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആഡഡ് ഷുഗർ, ആഡഡ് സോൾട്ട്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹണിയ്, പിന്നെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരം. അൾട്രാ പ്രോസസ്ഡ് ആയത് നമ്മൾ ബിസ്ക്കറ്റും എല്ലാം വരും, അതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തതാണ്. കുക്കീസും പിന്നെ ഈ സ്വീറ്റൻ ചെയ്ത സോഫ്റ്റ് ഡ്രിങ്ക്സും അതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഈ ഷുഗറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ആഡഡ് ഷുഗറും ആഡഡ് സോൾട്ടും കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അതിനോട് ക്രേവിങ്സ് ആവും. ഈ 1 വയസ്സിന് മുന്നേ കഴിച്ച് പഠിക്കുന്ന പോലെയാണ് കുട്ടി പിന്നെയും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ പിന്നെ ഒബീസിറ്റിക്കുള്ള റിസ്ക് കൂടും, ഉപ്പതുപോലെ കഴിച്ചാൽ ഹൈപ്പർ ടെൻഷനുള്ള റിസ്ക് കൂടും, എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദത്തിനുള്ള റിസ്ക് കൂടും. എല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക്. ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ഈ ഹണി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീടുകളിൽ സാധാരണ ഈ പ്രായമായ ആളുകൾ, ഈ കുട്ടികൾക്ക് ചെറിയ ജലദോഷമോ കഫക്കെട്ടോ ഒക്കെ വരുമ്പോഴേക്കും ഈ ചെറുതേൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് തുള്ളികളായിട്ട് ഇങ്ങനെ കുട്ടികൾ കൊടുക്കും. അത് ശരിക്കും കൊടുക്കാൻ പാടുള്ളതാണോ? ഈ തേൻ കൊടുക്കണ്ടെന്ന് പറയുന്നതിന് അതൊരു കാര്യമുണ്ട്. ശരിക്കും 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്നെന്ന് പറഞ്ഞാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നമുക്ക് ഹണി കൊടുക്കാൻ പറ്റിയില്ല, തേൻ കൊടുക്കാൻ പറ്റിയില്ല. പറ്റാത്തതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുട്ടികൾക്ക് ഇൻഫൻറ്റ് ബോട്ടിലോസ് എന്ന് പറഞ്ഞാൽ അണുബാധ വരാൻ സാധ്യതയുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്, അവർക്ക് അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ചുമയൊക്കെ ആണെങ്കിൽ നമുക്ക് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പോലും പറയുന്നുണ്ട് 2.5 ml തൊട്ട് 5 ml വരെ കുട്ടിക്ക് 2 തൊട്ട് 3 നേരം ചുമയുള്ളൊരു കുട്ടിക്ക് കൊടുക്കാമെന്ന്. അപ്പം അത് നമ്മുടെ ഒരു ഹോം റെമഡി എന്നതിനേക്കാൾ ഉപരി അതൊരു ശരിക്കും എവിഡൻസ് ബേസ്ഡ് സയൻസ് തന്നെ പറയുന്നുണ്ട് ഹണി കൊടുക്കാന്ന്. ഇത് ഈ കപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെയെല്ലാം, അതിനത് കോട്ട് ചെയ്തിട്ട് ചുമ വരുന്നത് കുറയ്ക്കും. ഇതിൽ ചെറുതേനാണോ നല്ലത്, വൻതേനാണോ നല്ലത്? അങ്ങനെ ശരിക്കും ഇല്ല. എല്ലാവരും പറയും ചെറുതേൻ ഒന്നാമത് വിലയും കൂടുതൽ, അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് വില കൂടിയത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന്. ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. ഹണി കൊടുക്കാനേ അവരും പറയുന്നുള്ളൂ. നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പോലും പറയുന്ന ഹണി കൊടുക്കാനേ പറയുന്നുള്ളൂ. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം ഈ ബർപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി എങ്ങനെയാണ്? ഇനി ബർപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടി കാണിക്കുന്ന ഓരോ അസ്വസ്ഥതകൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ബർപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് എയറും അതിൻ്റെ കൂടെ തന്നെ സ്വാളോ ചെയ്യും. സക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ കൂടെ തന്നെ എയറും സ്വാളോ ചെയ്യും. എയർ സ്വാളോ ചെയ്തിട്ട് പിന്നെ വയറിലൊരു ഡിസ്റ്റൻഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഡിസ്റ്റൻഷൻ വരുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് എന്താണ് പാല് കവട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനാണ് ഈ കക്കിക്കളയാന്ന് പറയുന്നത്. മറ്റേ വൊമിറ്റിംഗ് വേറെ, റീഇറിറ്റേഷൻ വേറെ, കക്കിക്കളയുന്നത് വേറെ. അത് ഗ്യാസും പാലും എല്ലാം കൂടെ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയുടെ വയറിനെ ചെറിയൊരു ക്വാണ്ടിറ്റി ഉൾക്കൊള്ളുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും അത് കുട്ടി ചിലപ്പം കക്കിയും കളയും. ഈ കക്കി കളയുന്നത് നോർമൽ ഒരു കാര്യം തന്നെയാണ്. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഛർദ്ദിക്കുന്ന അങ്ങനെയല്ല, അബ്നോർമലാണ്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ഒരു കാര്യം ചോദിക്കണം, ഛർദ്ദിലാണോ കക്കുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? കക്കൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി പാല് കുടിച്ചു കഴിഞ്ഞ് അന്നേരം തന്നെ ആയിരിക്കും. ഛർദ്ദിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ടായിരിക്കും. ഈ ഛർദ്ദിലാണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ കാര്യം നോക്കും. ഛർദ്ദിലിൻ്റെ അകത്താണെങ്കിൽ പിത്തത്തിൻ്റെ അംശം ഉണ്ടോന്ന്. പിത്തത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ഛർദ്ദിലാണോ, അങ്ങനെയെല്ലാം വരുവാണെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പിത്തം താഴെ ഭാഗത്തോട്ട് വയറിൻ്റെ
അത് ചെറുകുടലിൽ നിന്ന് പിന്നെയും താഴോട്ട് പോവാതെ അവിടെ കെട്ടിക്കിടന്നിട്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഛർദിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബിലിയസ് വൊമിറ്റിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻ എന്താണ് നമ്മുടെ വയറിന് എന്തെങ്കിലും കുടലിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ഛർദിലൊക്കെ ആയിട്ട് ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ കക്കിക്കളയുന്ന അങ്ങനെയല്ല, പാല് കുടിച്ച ഉടനെ തന്നെ കുട്ടി ചെറിയ എന്താണ് തൈര് പിരിഞ്ഞ പോലെ അങ്ങ് കക്കിയും കളയും. അത് കുഴപ്പമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് എങ്ങനെയാണ് കറക്റ്റ് ബർപ്പി ചെയ്യേണ്ട സ്റ്റെപ്പുകൾ? ബർപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബർപ്പ് ചെയ്യുമ്പോഴത്തേന് ആദ്യം കുട്ടിയാണെങ്കിൽ ഇടത് ഷോൾഡറിൽ, അമ്മയുടെ ഇടത് ഷോൾഡറിൽ കിടത്തുക. എന്നിട്ട് ഇടത് കൈ വെച്ച് സപ്പോർട്ട് ചെയ്ത് വേണം കിടത്തുകയും ചെയ്യാൻ. അതെന്താ നമ്മൾ ഇടതെന്ന് പറയുന്നത്? നമ്മൾ ഡോമിനന്റ് ഹാൻഡ് നമ്മുടെ അതെ, അതുകൊണ്ട് അത് അത്ര മാത്രമേ ഉള്ളൂ. ഇല്ല, അത് അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ എല്ലാവരുടെയും വലത് കൈയാണ് കൂടുതൽ ഡോമിനൻ്റ്, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ അതുകൊണ്ട് പ്രൊസീജിയർ ഈ സ്റ്റെപ്സ് പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇടത് ഷോൾഡർ കിടത്തുന്നു, ഇടത് കൈ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വലത് കൈ വെച്ച് ആദ്യം കുട്ടിയുടെ ബട്ടക്സിൽ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ടക്സിൽ സപ്പോർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് നമ്മൾ ബാക്കിലാണെങ്കിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ അടിച്ചടിച്ച് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് അടിച്ചടിച്ച് മുകളിലേക്ക് പോകുന്നു. അപ്പം ഗ്യാസ് പോകുന്ന സൗണ്ട് കേൾക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ കിടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാപ്പിൽ കിടത്താം. ലാപ്പിൽ കമത്തി കിടത്തണം, വയറ് നമ്മുടെ കാലിൽ കിടത്തുന്ന പോലെ കിടത്തണം. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ചെറുതായിട്ട് അടിച്ചടിച്ച് ഗ്യാസ് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി അത് പോയില്ലെങ്കിൽ കുട്ടികൾ കാണിക്കുന്ന കരച്ചിലായിരിക്കും അതോ വേറെ എന്തെങ്കിലും? കരച്ചിലാണ് കുട്ടികൾക്ക്. കരച്ചിലാവും. കരഞ്ഞ് ക്ഷീണിച്ച് കുട്ടി പിന്നെ പാല് കുടിക്കാനും ബുദ്ധിമുട്ട് കാണിക്കും. അപ്പം കരച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് തട്ടിക്കളയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കുട്ടി ആദ്യമായിട്ട് ജനിച്ച് നമ്മൾ വീട്ടിൽ വിടുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഡിസ്ചാർജ് അഡ്വൈസ് ആണ് എപ്പോഴും എഴുതി വിടുന്നത്. അതിൻ്റെ തോര് എണ്ണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് പ്ലസ് ബർപ്പിങ് എവറി 2 hours ഇഫ് പോസിബിൾ. ഇത് രണ്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതെ, ബ്രസ്റ്റ് ഫീഡിങ് മാത്രമല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പുറകെ തന്നെ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ബർപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈ വയറ്റിന്ന് പോകുന്ന അളവും അതുപോലെ തന്നെ എത്ര ഇൻ്റർവെൽസിലാണ് ഈ വയറ്റിന്ന് പോകേണ്ടത്? നോർമൽ ആയിട്ടുള്ള നോർമലി ഒരു ജനിക്കുന്ന ന്യൂബോൺ ഒക്കെ ആണെങ്കിൽ ഒരു 6 തവണയൊക്കെ വയറ്റിന്ന് പോകാം. 6 തവണ അതിൽ കൂടുതലും ചിലപ്പോൾ പോകാം. എന്ന് വെച്ചാൽ ഓരോ തവണ പാല് കുടിക്കുമ്പോഴും കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ന്യൂബോണൊക്കെ ആകുമ്പം അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുട്ടി വളരുന്ന അനുസരിച്ച് കുറഞ്ഞു വരും. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേന് കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ അളവ് നല്ലപോലെ കുറയുമെന്ന് വെച്ചാൽ അമ്മമാർ നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നൊരു ഇതാണ്, കുട്ടിയുടെ വയറ്റിൽ നിന്ന് 3-4 ദിവസമായിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പറയും അത് കുഴപ്പമില്ല, അൺലെസ് കുട്ടിക്കാണെങ്കിൽ ഛർദിൽ, വയറിന് ഒരു വീക്കം, അങ്ങനെ ഒരു ഡിസ്റ്റൻഷൻ അങ്ങനെ ഒന്നും വരുന്നില്ല, 7 to 10 days വരെ ഒരു ഇൻഫൻറ്റിനെ നമുക്ക് നോക്കാവുന്നതാണ്. വയറ്റിൽ നിന്ന് പോയില്ലേലും 8 ദിവസം വരെ, 7 to 10 days വരെ നമുക്ക് നോക്കാവുന്നതാണ്. ടെൻഷൻ വരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നില്ല, കുട്ടിക്ക് ഛർദിലുണ്ട്, അപ്ഡൗൺ ഡിസ്റ്റൻഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നോർമലി ഫീഡിങ് ബേബി ആണെങ്കിൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഒരു ഇതായിട്ട് ആഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിൽ തുണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടില്ല, കോട്ടൺ തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡയപ്പർ, എല്ലാവരും ഡയപ്പറിലോട്ട് മാറി. ഇൻഫൻറ്റിന് സ്റ്റാർട്ടിങ് തന്നെ ഡയപ്പേഴ്സ് ഉണ്ടല്ലേ, ഏതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? ഏത് ഡയപ്പറിനോടാണ് കുട്ടിക്ക് അലർജി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയപ്പർ ഉപയോഗിക്കുമ്പോഴും പറയുന്നതാണ് അകത്തൊരു കോട്ടൺ തുണി ഇടുന്നതാണ് നല്ല. ഒരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ ചൂട് കൂടി വേറെ റാഷസ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഈ ഡയപ്പറിനോട് തന്നെ അലർജിക്കായിട്ട് ഡയപ്പർ റാഷ് വരാൻ സാധ്യതയുണ്ട്. എന്താ ഈ ഡയപ്പറിനോട് അലർജി വരുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടുള്ള അലർജിയാണോ? അത് മെറ്റീരിയൽ കൊണ്ടുള്ള അലർജിയാണ്. അപ്പം മെറ്റീരിയൽ നമുക്ക് പറയത്തില്ല ഈ കുട്ടിക്ക് ഏത് കുട്ടിക്കാണ് അലർജി വരുന്നത് നമുക്ക് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അകത്തൊരു കോട്ടൺ തുണി വെച്ചിട്ട് മാത്രം ഡയപ്പർ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെയാണ് വരുന്നത്, അങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻ വരാതിരിക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ ഇത് കോട്ടൺ തുണി വെച്ച് കൊടുക്കാൻ പറയും. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയുന്നത്, ആവശ്യമില്ല യാത്ര ചെയ്യുമ്പോൾ അല്ലാത്ത സമയം ഡയപ്പർ ഉപയോഗിക്കുന്ന കാര്യമില്ല. ശരിക്കും കുട്ടിയെ ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാം, ഒരു കോട്ടൺ തുണി വെച്ച് വീട്ടിൽ അങ്ങ് കിടത്താം, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഓരോ തവണ ഇത് വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പം അതങ്ങ് മാറുക. ഒരു 8-10 കാണണം അങ്ങനെ കോട്ടൺ തുണി അത് അലക്കി നല്ല ഫ്രഷായിട്ട് വെച്ചേക്കുന്ന കാണണം. എന്നിട്ട് അതങ്ങ് വെച്ച് കൊടുത്ത് പിന്നെ ഓരോ തവണ ഇതാകുമ്പോഴത്തേനും അങ്ങ് മാറ്റി കൊടുത്താൽ മതി. യാത്ര ചെയ്യുമ്പോൾ എന്നിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം ഡയപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ രാത്രിയിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അന്നേരം അങ്ങ് ഇട്ട് കൊടുക്കാം. അല്ലാത്ത സമയമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഓപ്പൺ ആയിട്ട് വെക്കുക. പിന്നെ റാഷൊക്കെ വന്നു കഴിഞ്ഞാൽ റാഷ് ഫ്രീ ക്രീമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സിങ്ക് ഓക്സൈഡുള്ള എന്തെങ്കിലും ക്രീം തേച്ച് കൊടുക്കുകയും ചെയ്യാം നോക്കിയിട്ട്. ഡോക്ടർ, ഈ കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത് ഏത് ഏജ് തൊട്ടാണ്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു കുട്ടി തന്നെ ടോയ്ലറ്റിൽ പോയി തുടങ്ങുക എന്ന് പറഞ്ഞാൽ
ഒരു 4 വയസ്സിന് ശേഷം 4 വയസ്സിൽ നമ്മൾ പറയുന്നൊരു മൈൽ സ്റ്റോണാണ് കുട്ടി തന്നെ ടോയ്ലറ്റിൽ പോയി കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ 2 വയസ്സ് കഴിയുമ്പോൾ തൊട്ടൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങണം. പക്ഷേ ഇതിൽ ഇവർ പിള്ളേരായതുകൊണ്ട് അവരുടെ ഒരു ഹൈജീൻ കറക്റ്റായിട്ട് ചെയ്യുമോ എന്ന് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും അമ്മമാരുടെ ഒരു ഇത് വേണം അല്ലേ? അമ്മമാർ ഇത് വേണം. 4 വയസ്സിന് ശേഷം കുട്ടി തന്നെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ 4 വയസ്സിന് ശേഷം കുട്ടികളെ സ്കൂളിൽ വിട്ടൊക്കെ തുടങ്ങുന്നത്. ഇവരുടെ ടോയ്ലറ്റൊക്കെ ഇവർക്ക് തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ അറ്റൈൻ ചെയ്ത് 4 വയസ്സാകുമ്പോഴത്തേന് കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാലും തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയാണ് നമ്മൾ സ്കൂളിലേക്ക് വിടുകയും ചെയ്യുന്നത്. അവിടെ അമ്മയില്ല എല്ലാവരുടെയും കാര്യം നോക്കാൻ. അപ്പോൾ ആ കുട്ടി തന്നെ ചെയ്യാൻ പറ്റണം. 4 വയസ്സാകുമ്പോഴത്തേന് അറ്റൈൻ ചെയ്യണം. ട്രെയിനിങ് 2 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കൊടുത്തു തുടങ്ങുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സോളിഡ് ഫുഡ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ ജീവൻ പോയ ഒരു പ്രശ്നമാണ് ചോക്കിങ്. അതായത് ഇനി അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ ആ ഒരു കുട്ടിയെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റും? ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു നട്ട്സും അങ്ങനെയുള്ള ഒന്നും കൊടുക്കല്ലേ. നമ്മൾ ഈ പഴങ്ങൾ കൊടുക്കുമ്പോൾ പോലും പറയുന്നത് നല്ലപോലെ പഴുത്ത പഴം അതിപ്പം ഏത്തക്കയൊക്കെ ആണെങ്കിൽ അത് പുഴുങ്ങിയിട്ട് തന്നെ ഉടച്ചിട്ട് കൊടുക്കാൻ ആ ഒരു കുറുക്ക് പരുവത്തിൽ. ഇപ്പം നമ്മൾ മാങ്ങയുടെ പൂളൊക്കെ കൊടുക്കുമ്പോൾ പറയും പഴുക്കാത്ത മാങ്ങയുടെ പൂളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. കൊടുക്കുന്നതൊക്കെ തന്നെ നല്ലപോലെ ഉടച്ച് ആ ഒരു കുറുക്ക് പരുവത്തിലാക്കി വേണം കൊടുക്കാനും 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെല്ലായിടത്തും വായിലിടും. അപ്പോൾ അവർക്കാണെങ്കിൽ ചെറിയ ഈ എന്തെങ്കിലും നിലത്ത് കിടന്ന് കിട്ടിയാലും എന്തെങ്കിലും വായിലിട്ട് ചോക്കിങ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് ശ്വാസകോശത്തിൽ പോയി കഴിഞ്ഞാൽ ചോക്കിംഗ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ വരുവാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. കുട്ടിയൊന്നും മിണ്ടാതെ ഇരിക്കും, ഒച്ച പുറത്തേക്ക് വരികയില്ല. അപ്പോൾ ഒന്നും ഒച്ചയൊന്നും കരയുന്ന പോലും ഒച്ചയില്ലാതെ ആയിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് കാണും. പിന്നെ നീല നിറത്തിലാവും എന്ന് പറയാൻ ഓക്സിജൻ ചെല്ലുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുന്നു. അങ്ങനെ ഒരു ഫേസ് മാത്രമാണോ അതോ ബോഡി ഫുള്ള്? ഫേസ് മൊത്തം ബോഡി മൊത്തം ഫേസ് വരും. പിന്നെ ബോഡി മൊത്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ഇനീഷ്യൽ ഫേസ് ആയിരിക്കും, പിന്നെ അതിന് ശേഷം ബോഡി മൊത്തം വരും. അങ്ങനെ അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ചങ്ങ് മുന്നോട്ട് പോയി. കുട്ടിയുടെ ഓക്സിജൻ്റെ അളവ് തീരെ കുറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വന്നു. അതെന്ന് പറഞ്ഞാൽ കുറച്ചധികം ബാഡായി. ആ ഒരു അവസ്ഥയിലേക്ക് ചെന്നു. ഇപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അമ്മ തിരിച്ചറിയുവാണെങ്കിൽ അമ്മയ്ക്ക് അറിഞ്ഞിരിക്കണം ചോക്കിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം ഇനീഷ്യൽ സ്റ്റെപ്സിൽ തന്നെയാണ് കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ കുട്ടിയുടെ ഫേസ് ഡൗൺ ചെയ്ത് നമ്മുടെ കൈത്തണ്ടയിൽ ഫോറാമിൽ കിടത്തണം കുട്ടിയെ. ഫേസ് താഴെ ആയിരിക്കണം. എന്നിട്ട് പിന്നെ 5 തവണ ബാക്ക് സ്ലാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം വെച്ചിട്ട് കുട്ടിയുടെ 2 സ്കാപ്പുല എന്ന് പറഞ്ഞ 2 എല്ലുണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത്, ആ 2 എല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 5 തവണ താഴേക്ക് തട്ടണം കുട്ടിയുടെ. 5 തവണ തട്ടിയതിന് ശേഷം കുട്ടിയെ നമ്മൾ തിരിച്ചു കിടത്തുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ഫേസ് മുകളിലെത്തി. അങ്ങനെ വരുമ്പോഴത്തേനും എന്നിട്ട് പിന്നെ നമ്മളാണെങ്കിൽ ഫേസ് മുകളിലെത്തി നമ്മുടെ ഒരു കൈത്തണ്ടയിൽ തന്നെ ഇപ്പോഴും കിടത്തുന്ന കുട്ടിയെ. എന്നിട്ട് നമ്മളാണെങ്കിൽ 2 വിരൽ വെച്ചിട്ട് കുട്ടിയുടെ നെഞ്ചിലാണെങ്കിൽ ബ്രസ്റ്റ് ബോൺ, നമ്മൾ ഈ സ്റ്റേർണമുണ്ട് നടുക്കത്തെ എല്ല്, അതിൻ്റെ ലോവർ ഹാഫിൽ നമ്മുടെ 2 വിരൽ വെച്ചിട്ട് 5 തവണ എന്താണ് നമ്മൾ ചെസ്റ്റ് ത്രസ്റ്റ് എന്നാണ് പറയുന്നത്. ബാക്ക് സ്ലാപ്പ്, അതിനുശേഷം ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കും 5 തവണ. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ ഫോറിൻ ബോഡി പുറത്ത് പോകണം, അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ അൺകോൺഷ്യസ് ആവുക. അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. പിന്നെ നമ്മൾ CPR കൊടുക്കണം. CPR കൊടുക്കുമ്പോഴും എങ്ങനെ ശ്വാസം തിരിച്ച് കിട്ടുന്ന എങ്ങനെയാണ്? CPR കൊടുക്കുമ്പോഴത്തേനും നമ്മൾ CPRൻ്റെ യൂഷ്വൽ പ്രൊസീജിയറാണ്. എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് കംപ്രഷന്, പിന്നെ എയർവേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ബ്രത്ത് കൊടുക്കുക. ബ്രത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ, മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് വെച്ച്, മാസ്കും ഇല്ലെങ്കിൽ നമ്മൾ മൗത്തായിട്ട് തന്നെ കൊടുക്കുന്നു. അല്ല, ഞാനൊരു സംശയം ചോദിക്കുന്നതാണ്. ഈ CPR കൊടുക്കുന്നത് നമ്മുടെ ഹാർട്ടിനെ വീണ്ടും റിട്രീവ് ചെയ്തെടുക്കാനല്ലേ? CPR മീൻസ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്താൽ തുടങ്ങുന്നത്. ചെസ്റ്റ് കംപ്രഷൻ കൊടുത്ത് തുടങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ ഇനീഷ്യലി ബോഡിയിൽ കുറച്ച് ഓക്സിജൻ കാണും. നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോഴത്തേനും ആ ഓക്സിജൻ ബ്രെയിനിൽ എത്തിക്കണം. അപ്പം ബ്രെയിനാണ് നമുക്കിത്. ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടിയെ ജീവനോട് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെസ്റ്റ് കംപ്രഷൻ കൊടുത്താൽ തുടങ്ങുന്നത്. 1 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ 2 വിരൽ വെച്ച് തന്നെ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തു തുടങ്ങുന്നു. 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ പാമ്പിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പം 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ നമ്മൾ കംപ്രഷൻ കൊടുത്തിട്ട് 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ 15:2 അല്ലെങ്കിൽ 30:2 എന്ന റേഷ്യോയിൽ നമ്മൾ പിന്നെ അതിന് ശേഷം
ബ്രത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ബ്രത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻ്റ് അനുസരിച്ച് ബാഗ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ സൗകര്യം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ, മാസ്ക് മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ മൗത്തായിട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോകണം. നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ അനുസരിച്ച്, രണ്ടുപേരുണ്ടെങ്കിൽ അതനുസരിച്ച് എത്ര കംപ്രഷൻ കഴിഞ്ഞിട്ട് ബ്രത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ബേസിക് ലൈഫ് സപ്പോർട്ടിന് ലെസൺസ്, ബേസിക് ലെസൺസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ഡൗട്ട് ചോദിക്കാം. ഇപ്പം ഈ ഒരു കാര്യം എല്ലാ അമ്മമാരും എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടോ? നമ്മളിപ്പം ജസ്റ്റ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. പക്ഷേ ഒരു അമ്മ ഇങ്ങനൊരു ഇതാർക്കും ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് എങ്ങനെ അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും? നമ്മുടെ ഗവൺമെൻറ് പരമായിട്ട് എന്തെങ്കിലും എഡ്യൂക്കേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതോ ഡോക്ടേഴ്സ് അല്ലാതെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ? നമുക്ക് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും കൊടുക്കാൻ പറ്റുക പറഞ്ഞാൽ, ഇമ്മ്യൂണൈസേഷൻ വരുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിരിക്കും നമ്മുടെ PHCയിലൊക്കെ വരുന്നത്. ബുധനാഴ്ച ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ വരുമ്പോഴത്തേനും ഈ ബേസിക് ലെസൺസ് അവരോട് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ഒരു 12:30 ആകുമ്പോൾ, 1 മണി വരെയാണ് ഇമ്മ്യൂണൈസേഷൻ കാണുക, നേരത്തെ വരാൻ പറയുക. 12:30 ആകുമ്പോഴത്തേന് ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ലെസൺസ്, അതുപോലെ തന്നെ ചോക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളത് ആ ഒരു സമയത്ത് ഇതങ്ങ് പഠിപ്പിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പം അമ്മമാർക്കാണെങ്കിൽ അത് പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി കാണുന്നൊരു ഫേസ് ആയിരിക്കും. കാരണം നമ്മുടെ അമ്മമാരുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, ഈ കുട്ടിക്ക് എന്ത് പറ്റി അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആർക്കും വരാം, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കാനും അവർക്കൊരു ക്യൂരിയോസിറ്റി കാണും. അന്നേരമാണ് ശരിക്കും അവർ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതായിരിക്കും ഏറ്റവും ഉത്തമമായ സമയം എന്ന് തോന്നുന്നു. ഈ ഒരു ചോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റുന്ന, നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു ടൈമിംഗ് എത്ര മിനിറ്റിനുള്ളിൽ നമ്മളിത് രക്ഷപ്പെടുത്താൻ പറ്റണം? നമുക്ക് ശരിക്കും ഒരു ബ്രെയിൻ ഡെഡ് ആവാൻ നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനം ഏകദേശം നിലച്ചു പോകും. അപ്പോൾ നമുക്ക് as early as possible, as soon as possible നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സമയമില്ല.